ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം വരുന്നുണ്ട്. ഒരു വെടിനിർത്തലിലേക്ക് പോവുകയാണ് കാര്യങ്ങളെന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വെടിനിർത്തൽ അംഗീകരിച്ച ഇറാൻ. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകി. ഇനി മിസൈൽ ആക്രമണങ്ങൾ ഇല്ലെന്നും ഇറാൻ. ട്രംപിന്റെ നാടകീയ പ്രഖ്യാപനം 24 മണിക്കൂറിൽ യുദ്ധം അവസാനിക്കുമെന്ന്. ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനം അറിയിച്ച് ട്രംപ്. കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ വ്യാപകമായി റദ്ദാക്കുന്നു. തിരുവനന്തപുരത്ത് റദ്ദാക്കിയത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 8 വിമാനങ്ങൾ. കൊച്ചിയിൽ നിന്ന് 17ഉം കണ്ണൂരിൽ നിന്ന് 12ഉം സർവീസുകൾ മുടങ്ങി. കരിപ്പൂരിലും സർവീസുകൾ തടസ്സപ്പെടുന്നു. ഖത്തർ സമാധാനത്തിലേക്ക് മടങ്ങുന്നു. വ്യോമപാതകൾ തുറന്നെങ്കിലും ഗതാഗതം സാധാരണ നിലയിലായില്ല. വലഞ്ഞ യാത്രക്കാർ. ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. ഇസ്രയേലിൽ നിന്നുള്ള 3 വിമാനങ്ങൾ ഡൽഹിയിലെത്തും. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. VS മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിലേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങി പ്രമുഖർ. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ സംസ്കാരം. ADGP അജിത് കുമാറിന് കുരുക്കുമുറുകുന്നു. പൂരം കലക്കൽ DGP റിപ്പോർട്ട് അജിത്തിനെതിരെ. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് കേസും നീളുന്നു. നിലമ്പൂർ വിജയത്തിന്റെ ആവേശത്തിൽ UDF. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ റോഡ് ഷോ. അല്പസമയത്തിനകം ഷൌക്കത്ത് പാണക്കാട്ടെത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വെടിനിർത്തൽ സ്ഥിരീകരിച്ച് ഇറാൻ. ഇനി ആക്രമണം നടത്തില്ലെന്ന നിലപാട് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ ഇന്ന് രാവിലെ ഇറാഖിലെ ബാഗ്ദാദിലെ അമേരിക്കൻ സൈനിക താവളം ലക്ഷ്യമിട്ടും ഇറാന്റെ ആക്രമണമുണ്ടായി. ഇസ്രയേലിലേക്ക് വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ ശ്രമിച്ചതായും വിവരമുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രയേലിലെ ബീർഷെബയിൽ 3 പേർ കൊല്ലപ്പെട്ടതായും മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും വിവരങ്ങളുണ്ട്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് ആദ്യം വന്ന പ്രതികരണം വിദേശകാര്യമന്ത്രിയുടേതായിരുന്നു. അങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് തങ്ങൾ പോയിട്ടില്ല, ഇസ്രായേൽ നിർത്തുകയാണെങ്കിൽ നിർത്താം എന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇറാൻ വെടിനിർത്തൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കൻ അഗ്രഷന്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനത്തിന് മറുപടി നൽകി കഴിഞ്ഞു. ഇനി മിസൈൽ ആക്രമണം നിർത്താം എന്ന് ഇറാൻ പറയുന്നതായാണ് വിവരങ്ങൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ സംഘർഷത്തിനൊരു അയവ് വരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഇറാൻ ഇപ്പോൾ ഈ ഒരു സീസ് ഫയറിന് തയ്യാറായിരിക്കുന്നു, വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് ഇറാൻ വരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ തന്നെ 12ാം ദിനമായ ഇന്ന് തന്നെ ഈ വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കും. അത്തരത്തിലൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ
മിലിറ്ററി ബേസുകൾ, അമേരിക്കൻ മിലിറ്ററി ബേസുകൾ ആക്രമിച്ചതിലൂടെ നൽകാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഒരു മിസൈൽ ആക്രമണം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ്, അത്തരത്തിലൊരു നയമാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇസ്രായേലിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ഒരാശങ്കപ്പെടുത്തുന്ന കാര്യം, നിലവിൽ ഈ സീസ്ഫയറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചനകൾക്കിടയിലും ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ബാഗ്ദാദ്, ഇറാഖിലെ ബാഗ്ദാദിലെ യു.എസ്. മിലിറ്ററി ബേസ് കേന്ദ്രീകരിച്ച് ഒരു ആക്രമണ ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം നിരവധി മിസൈലുകൾ ഇറാനിൽ നിന്ന് ലോഞ്ച് ചെയ്തു. ഈ ടെല്ലവീവിലേക്കും ഒപ്പം തന്നെ ഹൈഫ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ മറ്റൊന്ന് തെക്കൻ ഇസ്രായേലിൽ ചില മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ള സ്ഥിരീകരണം കൂടി, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, ജനവാസ മേഖലകളിൽ ചിലവർ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള ഒരു വിവരങ്ങൾ കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 12 ദിവസം നീണ്ടുനിന്ന ഒരു സംഘർഷത്തിന് അയവ് വരുന്നു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കം ഇരു രാജ്യങ്ങളും നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ നിലപാടിനായി ലോകം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് ലോകത്തിന്റെ വിജയമാണ്, മിഡിൽ ഈസ്റ്റിന്റെ വിജയമാണ്. ഈ രാജ്യങ്ങളും ഈ ഒരു സംഘർഷത്തിൽ, ഈ 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ നിരവധി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുന്നു. ഇരു രാജ്യങ്ങൾക്കും താൻ നന്ദി അറിയിക്കുന്നു തുടങ്ങിയ പ്രതികരണങ്ങൾ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ മറ്റൊരു ചോദ്യം ഉയരുന്നത് ശ്രീജ, അതായത് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്ന പോലെ തന്നെ എന്തിനായിരുന്നു ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് ഇരു രാജ്യങ്ങളും വന്നത്? അതായത് ഇസ്രായേലിന്റെ ഒരു ആക്രമണം എന്തിനായിരുന്നു നടത്തിയതെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി വരുന്നുണ്ട്. അമേരിക്ക എന്തിന് ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഈ സംഘർഷത്തിലേക്ക് രംഗത്ത് വന്നു, പ്രത്യക്ഷമായി രംഗത്ത് വന്നടക്കമുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ ഇതുവരെയും ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴൊരു സീസ്ഫയറിലേക്ക് പോകാനുള്ള ഒരു നീക്കം അതെന്ത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്ത് മുന്നിൽ കണ്ടിട്ടാണ് എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ എടുത്തവരുടെ നിലപാട് നമുക്കറിയാവുന്നതാണ്. 2 സമയം നൽകിയതിനു പിന്നാലെ ഉടനടി തന്നെ ഒരു തിരിച്ചടി നൽകുന്ന, ഇറാന് മേൽ കനത്ത പ്രഹരമേൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ ഈ സീസ്ഫയറിലേക്ക് പോകുമ്പോൾ അത് രണ്ടുപേരും രണ്ട് ഭാഗത്തു നിന്നും അത് പാലിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. നമുക്ക് മുന്നിൽ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സീസ്ഫയർ കരാർ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നതിന് പിന്നാലെ 5 മണിക്ക് ഇത്തരത്തിലുള്ള ഒരു സീസ്ഫയറിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വരികയും ചെയ്തു. പക്ഷേ അന്ന് രാത്രി വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിലേക്ക് ഇതും വഴിവെക്കുമോ എന്നുള്ള ആശങ്ക ലോകരാജ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് ഇസ്രായേലും, ഒരു വശത്ത് ഇസ്രായേലാണ്, മറ്റൊരു വശത്ത് ഇറാനാണ്. ഇരു രാജ്യങ്ങളും കനത്ത രീതിയിൽ ആക്രമണത്തിൽ നാശനഷ്ടം നേരിട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക? ഈ സീസ്ഫയറിലോട് കൂടി കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുമോ? ഈ സംഘർഷത്തിന് ഒരു അറുതി വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. മിഥുൻ, ഇസ്രായേൽ ആൻഡ് ഇറാൻ came to me almost simultaneously and said peace. I knew the time was now. ഇരു രാജ്യങ്ങളും ഒരേ സമയം തന്റെ അടുക്കലേക്ക് വന്നു, സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതാണ് കൃത്യസമയം എന്ന് തനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അതിന് മുൻകൈ എടുത്തു. ആൻഡ് ദ മിഡിൽ ഈസ്റ്റ് ആർ ദ റിയൽ വിന്നേഴ്സ്. പശ്ചിമേഷ്യ ഈ യുദ്ധത്തിലെ യഥാർത്ഥ വിജയികൾ അവരാണ്. രണ്ട് രാജ്യങ്ങളും ഇനി സ്നേഹം, സമാധാനം, സമൃദ്ധി ഇതെല്ലാം മുന്നോട്ട് കാണും. They have so much to gain and yet so much to lose if they stray from the road of righteousness and truth. സത്യത്തിന്റെയും നന്മയുടെയും പാതയിൽ നിന്ന് വ്യതിചലിച്ച അവർക്ക് മുന്നിൽ മോശം കാര്യങ്ങളാണ് വരിക. പക്ഷേ യുദ്ധം ഈ സമയത്ത് നിർത്തുകയാണെങ്കിൽ സ്നേഹവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെയാണ് ഇരു രാജ്യങ്ങളെയും കാത്തിരിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം. The future of Israel and Iran is unlimited and filled with great promise. God bless you both. ഇതാണ് ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിൽ ട്രംപിൻ്റെതായി വരുന്ന പുതിയ പോസ്റ്റ്. രാവിലത്തെ പ്രഖ്യാപനം
വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചു എന്നതായിരുന്നെങ്കിൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു വിശദീകരണം കൂടി വന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഒരേ സമയത്ത് തനിക്കരികിലേക്ക് എത്തി ഒരു വെടിനിർത്തൽ വേണം, സമാധാനം വേണമെന്നാവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനം. മിഥുൻ, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഇത്തവണ ട്രംപ് തന്നെ കൊണ്ടുപോകുമോ എന്ന് പലതവണ സംശയിച്ചിരുന്നു. അതിനിടയിലാണ് ഇറാന് നേർക്കൊരു ആക്രമണമൊക്കെ വന്നത്. അപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടത് ഇതെന്തു പറ്റി ട്രംപിന്, ഇപ്പോൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്നൊരു വ്യതിചലനമാണല്ലോ എന്നാണ്. ഇതാ വീണ്ടും ആ പാതയിലേക്ക് തന്നെ ട്രംപ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രീജ, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ മുൻപും ട്രംപ് നടത്തിയിട്ടുണ്ട്. അതായത് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, ആ ചർച്ചയിലേക്കൊക്കെ മധ്യസ്ഥത വഹിക്കുകയും ഒക്കെ ചെയ്തത് താനാണ്. ഒപ്പം തന്നെ അതിൽ പുടിനുമായി താൻ നേരിട്ട് സംസാരിച്ചു. അതായത് പുടിൻ ഇത്തരത്തിലുള്ള ആവശ്യം തന്നോട് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു എന്നുള്ള രീതിയിലുള്ള അവകാശവാദം അന്ന് ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് അത്തരത്തിലുള്ളൊരു ഫോൺ കോൾ തങ്ങൾ ട്രംപുമായി താൻ നടത്തിയിട്ടില്ല എന്ന രീതിയിൽ അത് തള്ളിക്കൊണ്ട് പുടിൻ രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ മറ്റ് ഒന്ന് ഈ വ്യാപാര യുദ്ധം, അതായത് US ചൈന വ്യാപാര യുദ്ധത്തിലേക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധം അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ചൈനീസ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ചൈനീസ് പ്രസിഡന്റ് തന്നെ ഫോണിൽ വിളിക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കണം, വ്യാപാര യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ തങ്ങൾ ഈ ഒരു താരിഫ് വർദ്ധിപ്പിച്ച നടപടിയിൽ നിന്ന് പിന്നോട്ട് പോയെന്നുള്ള അവകാശവാദം അന്ന് വീണ്ടും ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതേ രീതിയിൽ മറുപടി ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയോ ഞങ്ങളുമായി ട്രംപ് നടത്തിയിട്ടില്ല. അതിനെ തള്ളി ചൈന രംഗത്ത് വന്നു. പിന്നീട് ഏറ്റവും ഒടുവിലായിരുന്നു ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടനിന്നത് താനാണ്. താൻ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തന്നോട് നിരന്തരം ആവശ്യപ്പെട്ടു. ഇനിയൊരു സമാധാനം പുലർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് ട്രംപ് തന്നെ മുൻകൈ എടുക്കണമെന്നുള്ള ആവശ്യം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു എന്നുള്ള ഒരു അവകാശവാദം നടത്തുകയും അതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നീട് ഇന്ത്യയും അത് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതേ രീതിയിൽ തന്നെയായി നമുക്ക് ഇതിനെയും കണക്കാക്കാം. കാരണം ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ കാല് പിടിച്ചു, ഇസ്രായേലും US-ഉം തങ്ങളുടെ കാല് പിടിച്ചു, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ തങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു വാദം അവർ മുന്നോട്ട്. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു പരാമർശവും അവർ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ട്രംപ് ഉയർത്തിക്കൊണ്ടുവരുന്ന വാദങ്ങൾ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തള്ളുന്ന ആ രീതിയിൽ മാത്രം ഇതിനെ കണക്കാക്കി മതിയെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഇനി ഇസ്രായേൽ ഇതുവരെയും, അതായത് അമേരിക്ക എന്തു പറഞ്ഞാലും അതേ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന രാജ്യം ആണ് ഇസ്രായേൽ. പക്ഷേ അവർ ഇതുവരെയും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അത്തരത്തിലൊരു ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്നു. ഇറാന് സമ്മതം മൂളിയിരിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് ഇസ്രായേൽ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യവും സ്വാഭാവികമായും ശ്രീജ ഉയരുന്നുണ്ട്. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് വരേണ്ടത്. ഇപ്പോഴും ഇറാന്റെ കൃത്യമായി അയത്തുള്ള അലി ഖംനയെ പോലെ ആധികാരികമായ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടവരുടെ ഭാഗത്തു നിന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റൊന്നും നമ്മൾ കാണുന്നില്ല. ഒരു പക്ഷേ അവർ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കാം മിഥുൻ. പക്ഷേ ഈ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രകോപനങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CNN റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 8 പേർ ഇസ്രായേലിൽ ഇറാൻ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ബീർഷെവയിൽ ആണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അറിയുന്നത്. അതായത് തെക്കൻ ഇസ്രായേലിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് വെടിനിർത്തലിനോട് അംഗീകാരം നൽകുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇറാനിൽ നിന്ന് മിസൈൽ ലോഞ്ച് ചെയ്താൽ ഏകദേശം 3-3.5 മണിക്കൂറോളം എടുക്കും ഇസ്രായേലിന്റെ വ്യോമാതിർത്തി കടക്കാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ അതിർത്തി കടന്നുകൊണ്ട് ഒരു വലിയ ആക്രമണം നടത്താൻ ഇത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അത്രത്തോളം സമയമെടുക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ ലോഞ്ച് ചെയ്തിട്ടുള്ള മിസൈലാണ് എന്നാണ് നമുക്ക് ഇതിലെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴാണ് അല്പസമയത്തിന് മുമ്പാണ് ഈ ഒരു സമ്മതത്തിലേക്ക്, അല്ലെങ്കിൽ നാടകീയത നിറഞ്ഞ ഈ 12 ദിവസങ്ങൾക്ക് ശേഷം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും പോകുന്നു എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വരികയും ഒപ്പം തന്നെ ഇറാൻ അതിന് സമ്മതം മൂളുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇറാന്റെ ആക്രമണത്തിൽ ശക്തമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ടെല്ലവീവിലും ഒപ്പം തന്നെ തെക്കൻ ഇസ്രായേലിലുമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. വീണ്ടും ഇസ്രായേലിലേക്ക് ഇറാൻ
മിസൈലുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടെലവീവിൽ സൈറണുകൾ നിരന്തരം മുഴങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശ്രീജ, അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അല്ലെങ്കിൽ ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കും? അല്ലെങ്കിൽ ഇനി അമേരിക്കയുടെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? അമേരിക്ക ഇപ്പോൾ പറയുന്നതല്ല തൊട്ടടുത്ത നിമിഷം പ്രവർത്തിച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യം എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ച് നിലവിൽ അവർ സമ്മതം മൂളിയിരിക്കുന്നു. മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണം എന്തായാലും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഖമനേയുടെ നിലപാട് എന്താണ് എന്നുള്ള ഔദ്യോഗിക പ്രതികരണം അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുകയൊക്കെ അവർ ചെയ്യാറുണ്ട്. അത് പതിവാണ്. അതൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇറാന്റെ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ ഈ വെടിനിർത്തലിന് സമ്മതം മൂടുന്നു. മറ്റൊരു വശത്ത് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 8 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ അഗ്രീസ് ടു സീസ് ഫയർ ഇഫ് ഇറാൻ സ്റ്റോപ്സ് അറ്റാക്ക്, അങ്ങനെയും വാർത്ത വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാൻ ആദ്യം ഒരു പ്രഖ്യാപനം നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ അതിന് സമ്മതം മൂളും എന്ന വാർത്ത കൂടി വരുന്നു. വിശദാംശങ്ങൾ മിഥുൻ അല്പസമയത്തിനകം തന്നെ നൽകും. ഇതിനിടെ ഈ സംഘർഷത്തിൽ വ്യോമഗതാഗതം താറുമാറായിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരൊക്കെ വലഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോകാനിരുന്ന യാത്രക്കാരെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 17, കണ്ണൂരിൽ നിന്ന് 12, തിരുവനന്തപുരത്ത് നിന്ന് 8 സർവീസുകളും ഇതുവരെ റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്നും സമാനമാണ് സ്ഥിതി. നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. വ്യോമപാത തുറന്ന സാഹചര്യത്തിൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ വിമാനത്താവളങ്ങളിലെ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകുക. ആജ്ഞ, അവിടെ നിന്ന് 17 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നവർ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? കൃത്യമായ വിവരങ്ങൾ വിമാന കമ്പനികൾ ഇവരുമായി പങ്കുവെക്കുന്നുണ്ടോ? ശ്രീജ, US വിമാനത്താവളം ഖത്തറിൽ ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് വിമാനത്താവളങ്ങളൊക്കെ അടച്ച പശ്ചാത്തലത്തിലാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് ചില വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, ചില വിമാനങ്ങൾ വൈകി പോകുന്നു, ചിലത് വഴിതിരിച്ചു വിടുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ശ്രീജ ചോദിച്ചതുപോലെ ഇപ്പോഴും വിമാന കമ്പനികൾ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണ് യാത്രക്കാർ നൽകുന്ന വലിയ പരാതി. അതാണ് കാരണം ഇവിടെ നമ്മുടെ ഈ സൈഡിലായിട്ടിരിക്കുന്ന ആളുകൾ കോയമ്പത്തൂരിൽ നിന്നും വന്നിട്ടുള്ളതാണ്. കോയമ്പത്തൂരിൽ നിന്നും ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എത്തിയിട്ട് ഇവിടുന്ന് യാത്ര തിരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇന്നലെ രാത്രി 12-11 മണിയിൽ നിന്ന് ലേറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി 11 മണി വരെ. എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ വിമാനം ക്യാൻസൽ ചെയ്യുമെന്നോ? ക്യാൻസലും പറഞ്ഞിട്ടില്ല, ഡിലേ പറഞ്ഞ് ഇപ്പോൾ ആകും 2 മണിയാകും 3 മണിയാകും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതുവരെയ്ക്കും ഇപ്പോൾ പറഞ്ഞ് 11 മണി പറഞ്ഞ് ഇപ്പോൾ വിപ്പുണ്ട്. ஆனால் പക്ഷേ അവിടെ നിന്ന് ജിദ്ദാക്കില്ല, കുവൈത്തിലിருந்து ജിദ്ദാക്കില്ലെന്ന് പറഞ്ഞു. ഈ ടീമിൽ എത്ര പേരുണ്ട്? 46 പേർ 47 പേരുണ്ട്. ഈ വിമാനം തിരിച്ചു വിടുന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിമാനത്താവളത്തിൽ ഇറങ്ങി? അവിടുന്ന് കുവൈത്തിലിருந்து സൗദിക്ക് ഫ്ലൈറ്റില്ല യാത്ര. അപ്പോൾ അവിടെ നമുക്ക് എന്താ ചെയ്യാം, അവിടെ പോയി ലേറ്റായാൽ പിന്നെ ഭയങ്കര ഭയം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ക്യാൻസലാക്കാം, നമുക്ക് 29-ാം തീയതി ആക്കാം, ഇല്ല വാർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു പ്രോഗ്രാം ഇടാൻ. ശരി, അല്ല നസീബിനാക്കാം. 29-ാം തീയതി മറ്റൊരു ഫ്ലൈറ്റിലേക്ക് പോകാം എന്നുള്ള സജഷൻസൊക്കെയാണ് ഇപ്പോൾ വിമാനത്താവളം ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വിവരം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുവൈറ്റിൽ നിന്നും ഈ ജിദ്ദയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. അതിൽ പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ ഇങ്ങനെ വലയുന്ന ഒരു സാഹചര്യമാണ്. എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഈ കോയമ്പത്തൂർ എന്നുള്ള ടീം തന്നെയാണോ? കോയമ്പത്തൂർ 12 മണിക്ക് ഇവിടെ എത്തിയതാണോ? 10:30 വന്നു. ഇന്നലെ രാത്രി. അപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണോ? അങ്ങനെ പോകുന്നില്ല, ബസ് വരുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്ന്. ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ഫ്ലൈറ്റ് ഇനി യാത്ര ക്യാൻസൽ ചെയ്യും. കുവൈത്തിൽ ഇന്ന് ജിദ്ദയ്ക്ക് ഫ്ലൈറ്റ് ഇല്ലല്ലോ, അതിനാൽ ഇപ്പോൾ പോകാൻ പറ്റില്ല.
ഈ തരത്തിലാണ് ശ്രീജ. കാരണം കോയമ്പത്തൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും അതായത് കണക്ഷൻ ഫ്ലൈറ്റാണ് ഇവിടെ. പിന്നെ കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ജിദ്ദയ്ക്ക് ഫ്ലൈറ്റ് ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് യാത്ര ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 10:30 ഇവിടെ എത്തിയവരാണ്, 12 മണിക്ക് എത്തിയവരുണ്ട്. അങ്ങനെ രാത്രി മുതൽ ഇവിടെ ഈ ലോഞ്ചിൽ കാത്തിരിക്കുന്ന ആളുകളാണ് നമുക്ക് അറിയാം. അത് മാത്രമല്ല എനിക്ക് ചുറ്റുമായിട്ടുള്ള വിവിധ ഇടങ്ങളിലേക്ക് പോകാൻ വേണ്ടി യാത്ര തിരിച്ച് വന്നിട്ടുള്ള ആളുകളാണ്. 17 ഫ്ലൈറ്റുകൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾ എങ്ങോട്ട് പോകാനാണ്? കുവൈത്ത് കണക്റ്റിംഗ് ഫ്ലൈറ്റ്. എവിടേക്ക്? ജിദ്ദയിലേക്കോ? ഇവിടുന്ന് കുവൈറ്റിലേക്കോ? കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക്. എവിടുന്ന്? യു ആർ ഫ്രം കോയമ്പത്തൂർ. ശ്രീജി, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടീമാണ് കോയമ്പത്തൂരിൽ നിന്നും വന്നിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകൾ ഇവിടെ കോയമ്പത്തൂരിൽ നിന്നും എത്തിയിട്ടുണ്ട്. നമുക്ക് ഡൽഹിയിൽ നിന്നും എത്തിയിട്ടുള്ള ഒരാളോട് തന്നെ ചോദിക്കാം. യു ആർ ഗോയിങ് ടു വെയർ? Doha. Yeah. You are coming from? I'm coming from Delhi. How much time you are waiting here? I'm here yesterday around 9 o'clock. Around 9 o'clock. Yeah. Okay. What the authority said? Any information from there? Actually, at the moment the flight has been cancelled and we have to wait for tomorrow for the next flight. Okay. You should cancel the ticket now. No, flight has been cancelled by the airline. I know. Yeah. Then next you day after tomorrow you should go now. Yeah. That's from the authority. Yeah. ശ്രീജ, അതാണ് മനസ്സിലാക്കുന്നത്. കാരണം അതോറിറ്റി പറയുന്നത് എങ്ങനെയാണ്, മറ്റന്നാൾ പോകാം, മറ്റന്നാൾ ഇവർക്കുള്ള ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് ഇവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും എത്തി, അതായത് 12 മണിക്കൂറിലേറെ ആയി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ ഈ 17 ഫ്ലൈറ്റ് ഇവിടെ നിന്നും ക്യാൻസൽ ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ് യാത്രക്കാർ. എന്നാൽ വിമാന കമ്പനികളുടെ സൈറ്റിൽ പോലും അതിന് കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും വ്യാപകമാണ്. ഇവർക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമോ, അതല്ലെങ്കിൽ റദ്ദ് ചെയ്യുമോ, അത് മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുമോ, ഇത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തത വരുന്നില്ല എന്നുള്ള എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. കാരണം ഈ 17 ഫ്ലൈറ്റ് ഇവിടെ മാത്രമല്ല മറ്റ് ഡിപ്പാർച്ചർ പോയിന്റുകളിലും ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 17 ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റദ്ദ് ചെയ്യേണ്ടുന്ന സാഹചര്യമാണോ അതല്ലെങ്കിൽ വൈകുകയാണോ, ഇതിലൊന്നും വ്യക്തത വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, താരതമ്യേന കുറച്ച് ഫ്ലൈറ്റുകളെ തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിട്ടുള്ളൂ. 8 വിമാനങ്ങളുടെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. 8 സർവീസുകളുടെ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ കൃത്യമായി യാത്രക്കാർക്ക് വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പലർക്കും അധികൃതരുടെ ഭാഗത്തു നിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എപ്പോൾ പോകാൻ കഴിയും, അവർക്ക് മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ, അങ്ങനെ എന്താണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും കൊച്ചിയിൽ നിന്നും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തുമുള്ളത്. അത്രയധികം വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിലും നിലവിൽ പുലർച്ചെ പുറപ്പെടേണ്ട പല വിമാനങ്ങളുമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. യാത്രക്കാർ അധികവും ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം വെയിറ്റിംഗ് ഏരിയയിൽ കാത്തു നിൽക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന രീതിയിൽ ഇവർക്ക് നിർദ്ദേശം വരുന്നത്. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ തുടരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും അതിനുശേഷം വന്നിട്ടുള്ള പലരും യാത്രാ മധ്യയാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത വിവരം അവർക്ക് അറിയുന്ന മെസ്സേജ് വരുന്നത്. അതിനുശേഷം പലരും ഇവിടെ കുടുംബങ്ങളായിട്ട് വന്നിട്ട്, അതായത് വിസ ഇന്നോ നാളെയോ ആയിട്ട് വിസ ക്യാൻസൽ ചെയ്യാൻ എക്സ്പയറി ആവുന്ന പലരും ഇവിടെ വന്ന് പല ഈ ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. കാരണം അവർക്ക് വേറൊരു വഴിയില്ല. കാരണം ജോലി പ്രശ്നത്തിലാകും, അതേപോലെ തന്നെ അവരുടെ പല കാര്യങ്ങളും നടക്കാതെയാവും. പല കാര്യങ്ങളും അവിടെ കുടുംബമൊത്ത് ജീവിക്കുന്നവരും കുടുംബമൊത്ത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ അനിശ്ചിതത്വമാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. പലർക്കും ഇന്ന് രാവിലെ 9:15 പുറപ്പെടേണ്ട വിമാനം നാളെ 9:30 പുറപ്പെടുന്ന രീതിയിൽ റീഷെഡ്യൂൾ ചെയ്ത് നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊരു ഉറപ്പ് ലഭിക്കുന്നില്ല. പല രീതിയിലും ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തി നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും ഈ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ വരുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പലരും തിരുവനന്തപുരം സ്വദേശികളാണെങ്കിൽ പോലും മറ്റു പലരും പല ജില്ലകളിൽ നിന്നും വന്നവരുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പലരുമുണ്ട്. അവരൊക്കെ ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് ഇതിലൊരു തീരുമാനമാവാത്തതിന്റെ പേരിൽ തിരിച്ചു പോകാൻ കഴിയാത്തതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. അതായത് തിരിച്ചുപോയി ഇന്ന് രാത്രി തന്നെ വിമാനം വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ദൂരം തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട്, മാത്രമല്ല ഹോട്ടൽ അടക്കം ഇത്രയും അടുത്ത് താമസിക്കുമ്പോഴുള്ള സാമ്പത്തിക ചെലവും, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ യാത്രക്കാർ അനുഭവിക്കുന്നത്. പലരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കുടുംബങ്ങളും ഈ ബോർഡിംഗ് പാസ് വാങ്ങിയതിനു
അതിനുശേഷം അകത്ത് തന്നെ തുടരുകയാണ് അതിലൊരു തീരുമാനമാകുന്നവരെ. പലരും അതേപോലെ തന്നെ നമ്മളോടൊപ്പം നേരത്തെ പങ്കുവെച്ച ഒരു ആശങ്ക എന്ന് പറയുന്നത് പലരും എയർപോർട്ട് ജീവനക്കാർ ഇവിടെ ഡ്യൂട്ടിയിൽ കയറാനായിട്ട്, അതായത് ദുബായ് എയർപോർട്ടിലും മറ്റും ജോലിയിൽ പ്രവേശിക്കാനായി വന്നിരിക്കുന്ന പലരും ഇതേപോലെ യാത്ര അനിശ്ചിതത്വത്തിലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് പ്രധാന പ്രശ്നം സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു തീരുമാനം വരുന്നില്ല. അതായത് എന്നത്തേക്കാണ് റീഷെഡ്യൂൾ ചെയ്യുന്നത്, ഇതിലൊരു തീരുമാനം എങ്ങനെയാണ്, ഇന്ന് തന്നെ പുനരാരംഭിക്കുമോ അതോ ഈ 29-ാം തീയതിയാണോ പുനരാരംഭിക്കുക, ഇതിൽ എത്തരത്തിലുള്ള ഒരു നീക്കം, അതേപോലെ എയർപോർട്ടിൽ എത്തിയ യാത്രക്കാർക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുമോ, ഇതിലൊരു തീരുമാനമാവുന്നവരെ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യത്തിൽ വളരെയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ യാത്രക്കാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി എയർലൈനുകൾ സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇരിപ്പിട ക്രമീകരണങ്ങളും എയർപോർട്ടിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലാണ് സാഹചര്യങ്ങൾ. നിരവധി ഫ്ലൈറ്റുകൾ, അതായത് കൊച്ചിയിൽ 17 ആണെങ്കിൽ തിരുവനന്തപുരത്ത് 8ഓളം ഫ്ലൈറ്റുകൾ നിലവിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അവയിലൊക്കെ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ ഇപ്പോൾ എയർപോർട്ടിനകത്ത് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റു പലർ അതിനുശേഷം വൈകി വന്ന പലരും ഇവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു. അത്തരത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ. ശ്രീജ. ശരി, സാരംഗ് സുധാകരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആജ്ഞയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 14 മലയാളികൾ കൂടി ഇന്ന് തിരികെ എത്തി. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് മടങ്ങിയെത്തിയത്. ഇതിൽ 12 പേർ വിദ്യാർത്ഥികളാണ്. 2000-ലധികം പേരാണ് ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് ഇന്ത്യയിൽ ഇതുവരെ മടങ്ങിയെത്തിയത്. ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായി 3 വിമാനങ്ങളാണ് ഇന്ന് ഡൽഹിയിലെത്തുക. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് വിട നൽകുകയാണ് നാട്. മൃതദേഹം രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇപ്പോൾ പുല്ലാട്ടേക്ക് കൊണ്ടുവരികയാണ് രഞ്ജിതയുടെ മൃതദേഹം. വിമാനത്താവളത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ പുല്ലാട്ടേക്ക് കൊണ്ടുവരികയാണ്. പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനത്തിന് മൃതദേഹം വയ്ക്കുന്നുണ്ട്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ശ്രീജ, മൃതദേഹം പുല്ലാട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. വിവേകാനന്ദ ഹൈസ്കൂളിലേക്കാണ് മൃതദേഹം പൊതുദർശനത്തിനായി നേരിട്ട് എത്തിച്ചിരിക്കുന്നത്. പ്രത്യേക പോലീസ് അകമ്പടിയോടുകൂടിയാണ് മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ 10 മണിയോടുകൂടി എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ, ഏതാണ്ട് അരമണിക്കൂർ മുൻപ് തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്കൂളിലേക്ക് രഞ്ജിത 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിലേക്കാണ് അവസാനമായി എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2:30 വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ്. ഇവിടെ പ്രത്യേകം അതിനുവേണ്ടി ഈ മൃതദേഹം പൊതുദർശനത്തിനായി വെക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം രാവിലെ തന്നെ പൂർത്തിയായിരുന്നു. പഞ്ചായത്തും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് വലിയൊരു ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും രാവിലെ തിരുവനന്തപുരത്ത് എത്തിയത് മുതൽ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ പോലുള്ളവർ പോലും അവിടെ പോയി മൃതദേഹം ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു. സഹോദരൻ രതീഷ് നേരത്തെ തന്നെ അഹമ്മദാബാദിൽ പോയിരുന്നതാണ്. അദ്ദേഹം ഇതിനൊപ്പം അനുഗമിച്ചിരുന്നു. എന്തായാലും ഈ മൃതദേഹം ഇപ്പോൾ ഈ വിവേകാനന്ദ സ്കൂളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ പൊതുദർശനം ആരംഭിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ, സഹപാഠികൾ, രഞ്ജിതയ്ക്കൊപ്പം പഠിച്ചവരൊക്കെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളിന് പ്രത്യേകമായി ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തുള്ള സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം 5 മുതൽ 10 വരെ പഠിച്ചത് ഈ വിവേകാനന്ദ ഹൈസ്കൂളിലാണ്. അവിടെയാണ് പൊതുദർശനമുള്ളത്. ഒരു പ്രത്യേക അറിയിപ്പ് കുടുംബത്തിന്റെ ഭാഗമായി നൽകുന്നത്, പൊതുദർശനം ഇവിടെ മാത്രമായിരിക്കും ഉണ്ടാകുക. വീട്ടിൽ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെ ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി NSS കരയോഗത്തിന്റെ പ്രതിനിധികളുണ്ട്. അവർക്കുമാണ് പ്രവേശനമുള്ളത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം അവിടെ സൗകര്യക്കുറവും മറ്റും കാര്യങ്ങളുമുണ്ട്. ഇടുങ്ങിയ സ്ഥലമാണ്. പക്ഷേ ഇവിടെ വലിയ സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് വരുന്നതിനും നിൽക്കുന്നതിനും എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പന്തലടക്കം ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ ഇത്രയധികം സമയം പൊതുദർശനത്തിന് ഇവിടെ നൽകാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ജന്മനാട്ടിലേക്ക് രഞ്ജിത മടങ്ങിയെത്തുന്നു. ഒരു ചേതനയേറ്റ ശരീരം. സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും അവസാനമായി ഒരു നോക്ക് കാണാൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ കാണാനാകുന്ന ഒരു നിലയിൽ പോലുമല്ല രഞ്ജിത മടങ്ങിയെത്തുന്നത് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. എന്തായാലും
പൊതുദർശനം ഇവിടെ ആരംഭിക്കുകയാണ്. മൃതദേഹത്തിൽ മാലയും മറ്റും ഇട്ടുകൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജ, ഒരുപാട് പ്രതീക്ഷകളുമായി ഒരു കുടുംബം കരുപ്പിടിപ്പിക്കാനുള്ള സ്വപ്നങ്ങളുമായി UK പോവുകയായിരുന്ന രഞ്ജിത ഏറ്റവും ദാരുണമായ ഒരു അന്ത്യത്തിനാണ് ഇരയായത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന രഞ്ജിത അപകടത്തിൽ പെട്ട് മരിക്കുകയായിരുന്നു. ശ്രീജിത്ത് തുടരുന്നുണ്ട്. പുല്ലാടുന്ന ശ്രീജിത്ത്, ഈ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായിരുന്നു മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ DNA പരിശോധന പോലും ഒരു വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് പോവുകയുണ്ടായി. സഹോദരൻ്റെ DNA മാച്ച് ആവാതെ വന്നു. അങ്ങനെ എന്തൊരു വലിയ ദുരന്തമാണ് ആ കുടുംബത്തെ തേടി എത്തിയതെന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. എങ്ങനെയാണ് പിന്നീട് ഈ വാർത്തയ്ക്ക് ശേഷം ആ നാട് രഞ്ജിതയുടെ കുടുംബത്തോടൊപ്പം നിന്നത്? നമുക്കറിയാം, രാഷ്ട്രീയ നേതൃത്വം, മത സാംസ്കാരിക നേതൃത്വം, ഈ നാട്ടുകാർ, അങ്ങനെ ഏതാണ്ട് എല്ലാ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ തന്നെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. രഞ്ജിതയ്ക്ക് ആ കുടുംബത്തിന് പിന്തുണയുമായി ഈ ഗ്രാമം ഒന്നാകെ ഉണ്ട്, ഈ നാട് ഒന്നാകെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെ ആയിരുന്നു ഇവിടെ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം തന്നെ. പ്രത്യേകിച്ച് മകൾ ഇഥികയാണ് ഏറ്റവും കൂടുതൽ വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ എത്തിയ ഓരോരുത്തരോടും അമ്മ വരില്ലേ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന മദർ വീണ ജോർജൊക്കെ എത്തിയപ്പോൾ, സാധാരണഗതിയിൽ പല മന്ത്രിമാരും ഒക്കെ എത്തുമ്പോൾ ഒരു ഔപചാരികമായി അല്പസമയം ചെലവഴിച്ച് മടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഏറെ നേരം അവിടെ ചെലവഴിക്കേണ്ടി വന്നത് മകളുടെ ഈ വിലാപം കൊണ്ടുകൂടിയായിരുന്നു എന്നുള്ളതാണ്. അത്രയധികം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ നേരെ നിർത്തിയത് രഞ്ജിതയാണ്. പ്രത്യേകിച്ച് 2 മക്കൾ, അമ്മ, ഇവർക്കൊക്കെ വേണ്ടി താമസിക്കുന്നതിനുള്ള ഒരു വീട്, പഴയ വീട്, ഓടിട്ട ഒരു ചെറിയ വീടാണ്. അതിനപ്പുറത്തേക്ക് പുതിയൊരു വീട് തന്നെ ഉണ്ടാക്കുന്നു. ഈ മാസം 28-ന് നിങ്ങൾ പാലുകാച്ചൽ ഔപചാരികമായി നടത്തിക്കോളൂ, ബാക്കി ടൈലിന്റെ പണികളൊക്കെ ഉണ്ട്, അത് 10-20 ദിവസം കൊണ്ട് തീർക്കാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചാണ് 10-ാം തീയതി രഞ്ജിത പോകുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ നെടുമ്പാശ്ശേരിക്ക് പോവുകയും അവിടെ നിന്ന് മറ്റൊരു കുടുംബം കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് അങ്ങനെ വിമാനത്താവളത്തിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് വിമാനത്താവളത്തിലേക്ക് പോയി എന്നുള്ളതാണ് അടുത്ത ബന്ധുക്കളൊക്കെ പറയുന്നത്. സഹോദരന്റെ ഭാര്യയാണ് ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുകയൊക്കെ ചെയ്തത്. വേദനാജനകമായ ഇവിടെ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. ആളുകൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 10 മണി എന്ന സമയം തീരുമാനിച്ചതുകൊണ്ട് തന്നെ കൂടി കഴിഞ്ഞ ശേഷമായി ആളുകൾ എത്തുക. 11 മണിയോടുകൂടി സഹകരണ മന്ത്രി വി എൻ വാസവൻ ഇവിടെ എത്തി സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം ഏതാണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രേംകൃഷ്ണൻ അദ്ദേഹവും എത്തിച്ചേരും. എന്തായാലും ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ വന്നാലും കൃത്യമായി അന്തിമോപചാരം അർപ്പിച്ച ശേഷം മടങ്ങുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും. എന്തായാലും രഞ്ജിതയുടെ മൃതദേഹം ഇവിടെ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ കാഴ്ചകളാണ്, അതിന്റെ സാഹചര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജന്മനാടിന്റെ സ്നേഹവും അന്ത്യാഞ്ജലിയും ഒക്കെ ഏറ്റുവാങ്ങുകയാണ് രഞ്ജിത. ഒരു കുടുംബം കരുപ്പിടിപ്പിക്കാൻ, തൻ്റെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, 2 മക്കളെ വളർത്തിയെടുക്കാൻ പെടാപ്പാട് പെട്ട ഒരു പെൺകുട്ടി, ഒറ്റയ്ക്കൊരു കുടുംബം നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ജീവിതത്തോടുള്ള യുദ്ധത്തിനിടയിലാണ് പാതി വഴിയിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് എന്നത് അത്യന്തം ദുഃഖകരമാണ്. ഒരു നാടൊന്നാകെ രഞ്ജിതയുടെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ സമ്പത്താണ്. അവരെ സംബന്ധിച്ച് ഒരിക്കലും തീരാത്ത ദുഃഖമാണിത്. മക്കളുടെ കണ്ണീർ കണ്ടു നിൽക്കുക എന്നത് വലിയ പ്രയാസമായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ.
തളർന്നുപോയ അമ്മയെ കൂടെ നിർത്തുക എന്ന് പറയുന്നതും വലിയ സങ്കടമുള്ള കാര്യമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മയാണ്. 2 കുഞ്ഞുങ്ങൾ മാത്രമാണ് അവർക്ക് ഒപ്പമുള്ളത്. ആ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ ശ്രീജിത്ത് വലിയ സങ്കടമായിരുന്നു. പകുതി പണി കഴിഞ്ഞ് താമസിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് ഈ ജീവനറ്റ ശരീരം വരിക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ദുഃഖമാണ്. കുടുംബാംഗങ്ങളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? അത് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമോ? എന്തൊക്കെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രണ്ടരയോട് കൂടി ആണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം വീട്ടിൽ മൃതദേഹം ഉണ്ടാകും. ചടങ്ങുകൾ, അന്തിമോപചാര ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള സമയമാണ് അത്. ഇവിടെയൊക്കെ സഹോദരങ്ങളൊക്കെയും എത്തിയിട്ടുണ്ട്. മകൾ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇവിടേക്ക് അല്പസമയം മുമ്പ് വരെയും എത്തിയിരുന്നില്ല. എന്തായാലും സഹോദരങ്ങൾ 2 പേരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട്. അങ്ങനെ ഒരു സഹോദരൻ മസ്കറ്റിലായിരുന്നു. ഈ ദുരന്തം അറിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. മറ്റേ സഹോദരൻ അടൂരാണ്. അദ്ദേഹമാണ് രതീഷ്. അദ്ദേഹമാണ് ഇവിടേക്ക്, അതായത് അദ്ദേഹവും അമ്മാവനുമാണ് ഇവിടേക്ക്, അതായത് അഹമ്മദാബാദിലേക്ക് പോവുകയും ദിവസങ്ങളോളം കാത്തിരിക്കുകയും ചെയ്യുന്നത്. പലതരത്തിലുള്ള സങ്കീർണതകൾ, അവിടെ ഏതാണ്ട് അവസാനം ഉള്ള ഒരു 8 മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് അത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു വിമാന അപകടമാണ്. അതിൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ നമുക്കൊരുപക്ഷെ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ്. അത്തരം സങ്കീർണതകൾ DNA പരിശോധനയിൽ അടക്കം നേരിട്ടു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ സങ്കീർണതയാണ് രഞ്ജിതയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. അതാണ് പിന്നീട് അമ്മ തുളസിയുടെ അടക്കം DNA സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടൊരു പരിശോധന നടത്തേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അത്രത്തോളം കാര്യങ്ങൾ സങ്കീർണമായതുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അനിശ്ചിതത്വങ്ങൾ, ഒരു മൃതദേഹം എവിടെ ഇനി കണ്ടുകിട്ടുമോ, അതോ ഈ ദുരന്തത്തിൽ പൂർണ്ണമായും കത്തി അമർന്നോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഒരു ഇങ്ങനെ പേരിനെങ്കിലും എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എത്തുന്നവർക്ക് പ്രിയപ്പെട്ടവരാണ്. രഞ്ജിതയെ ചിരിച്ച മുഖത്തോടെ കണ്ടവരാണ്. സാധാരണ ഒരു മരണത്തിന് കിട്ടുന്ന നീതി ചിലപ്പോ മുഖം അവസാനമായി ഒന്ന് കണ്ട് എങ്കിലും ചിലപ്പോൾ മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു അവസരം ചെറിയ ദുഃഖമല്ല. അവസാനമായി ആ ഒരു മുഖം കാണാനോ ഒരു അന്ത്യചുംബനം നൽകാനോ പോലും കഴിയാതെ വരിക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായിരിക്കും. ആ ദുഃഖമാണ് ആ കുടുംബം അനുഭവിക്കുന്നത്. ആ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നതാണ് കേരളത്തിന് മുഴുവൻ ഇപ്പോൾ ചെയ്യാനുള്ളത്. രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ പുല്ലാട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്. വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസം മുൻപ് അപകടം നടന്നു. പിന്നീട് മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാതെ വലിയ സങ്കീർണമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനൊടുവിലാണ് DNA മാച്ചിങ്ങിന് ശേഷം ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വൈകിട്ടാണ് സംസ്കാരം നടക്കുക. ശ്രീജിത്ത് തുടർന്നുള്ള ബുള്ളറ്റിനുകളിലും മറ്റ് വിവരങ്ങൾക്കായി ശ്രീജിത്തിലേക്ക് എത്താം, പുല്ലാട്ടേക്ക് എത്താം. മറ്റു വാർത്തകൾ നോക്കാം. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാചരണത്തിൽ G. സുധാകരനെ ഒഴിവാക്കി CPM. അമ്പലപ്പുഴയിലെ പരിപാടിയിൽ ജയിൽവാസം അനുഭവിച്ച സുധാകരൻ അടക്കമുള്ളവർക്ക് ക്ഷണമില്ല. സുധാകരന്റെ വസതിക്ക് സമീപം നടക്കുന്ന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ. ശരണ്യ, അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള സുധാകരന് ക്ഷണമില്ലെങ്കിൽ പിന്നെ ആരാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ആരാണ് ഈ പരിപാടിയുടെ സംഘാടകർ? ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണ്. സുശീല ഗോപാലൻ ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പരിപാടിയാണ്. അതായത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴയിൽ നടത്തുന്ന പരിപാടിയിലാണ് G. സുധാകരന് ക്ഷണമില്ലാത്തത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കളിൽ ഒരാളാണ് G. സുധാകരൻ. G. സുധാകരനും SRP VS അച്യുതാനന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരായിരുന്നു, പ്രധാന നേതാക്കന്മാരായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ജയിൽവാസം അനുഭവിച്ച അടിയന്തരാവസ്ഥ കാലത്ത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്നാണ് G. സുധാകരനെ ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് G. സുധാകരന്റെ വീടിനടുത്ത് തൊട്ടടുത്തുള്ള കേന്ദ്രത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ്. സലാം MLA, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി R. നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം K. അൽകുമാർ എന്നിവരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതെന്നാണ്. അതായത് ഒരു അപ്രഖ്യാപിതമായ ഒരു ബഹിഷ്കരണം
സുധാകരന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ വാതിക്കൽ ഉൾപ്പെടെ വലിയ പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ആ ഘട്ടത്തിൽ വിദ്യാർത്ഥി യൂണിയൻ എസ്.എഫ്.ഐയുടെ സംസ്ഥാന നേതാവായ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചത്. അന്ന് ജയിൽവാസം അനുഭവിച്ച് MAVP അടക്കമുള്ള ആളുകൾ, A.V. ചിരാങ്ങൻ അടക്കമുള്ള നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം ജയിൽവാസം അനുഭവിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ജാമ്യം നൽകുകയായിരുന്നു. ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക്, ജയിൽവാസം അനുഭവിച്ച ആളുകൾ തൊട്ടടുത്ത് പരിപാടി നടക്കുന്നതിന് തൊട്ടടുത്ത് താമസിക്കുമ്പോഴാണ് ജി സുധാകരനെ പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ സുശീല ഗോപാലൻ ഗവേഷണ കേന്ദ്രം നടത്താൻ പോകുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമാണ്. ആ ചടങ്ങിൽ നിന്നാണ് ഇപ്പോൾ ജി സുധാകരനെ CPM ഒഴിവാക്കിയിരിക്കുന്നത്. ആലപ്പുഴയിൽ വീണ്ടും രാസലഹരിയുമായി CPM പ്രവർത്തകൻ അറസ്റ്റിൽ. കായംകുളം നൂറനാട്ടാണ് 29 ഗ്രാം MDMA-യുമായി CPM അംഗമായ പ്രശാന്ത് അടക്കം 2 പേർ അറസ്റ്റിലായത്. വിവരങ്ങൾ ശരണ്യ തന്നെ നൽകും. ശരണ്യ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ആലപ്പുഴയിലെ രാസലഹരിയും പാൻ മസാല വിൽപ്പന ഉൾപ്പെടെയുള്ള ലഹരികളുമായി CPM പ്രവർത്തകർക്ക് വ്യക്തമായ പങ്കുണ്ടായിരുന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു അറസ്റ്റ് നൂറിനാട് ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. 29 ഗ്രാം MDMA-യുമായാണ് CPM അംഗമായ DYFI നേതാവടക്കം 2 പേർ നൂറിനാട് പോലീസിന്റെ കസ്റ്റഡിയിലായത്. കായംകുളം പുള്ളിക്കണക്ക് DYFI മുൻ മേഖലാ കമ്മിറ്റി അംഗവും CPM കുറ്റിച്ചെരുവ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ പ്രശാന്ത്, അഖിൽ, അജയൻ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് ഇവർ MDMA കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നൂറിനാട് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും പ്രതികളെ ഇന്നലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നൂറിനാട് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇവർക്ക് കൂടുതൽ ഇടപാടുകളും കൂടുതൽ ആളുകളും ഈ MDMA-യുമായി ബന്ധപ്പെട്ട്, വിൽപ്പനയുമായി ബന്ധപ്പെട്ടും ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് നൂറിനാട് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷയും ഉടൻ നൽകും. ശ്രീജ, ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. പത്തനംതിട്ട തിരുവല്ലയിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ പിടിയിൽ. മുത്തൂറ്റ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിന്റെ ബസ് ഓടിച്ച വിപിനാണ് പിടിയിലായത്. കുട്ടികളെ കൊണ്ടുവരാൻ പോകവെയായിരുന്നു വാഹന പരിശോധന. വിവരങ്ങളുമായി ശശിനാരായണൻ. ശശി, അപകടകരമായ രീതിയിൽ കുട്ടികളെയും കൊണ്ടുപോകുന്ന ബസിന്റെ ഡ്രൈവറാണിപ്പോൾ വാഹന പരിശോധനയിൽ പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരുവള്ളൂർ മുത്തൂർ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിലെ ബസ് ഓടിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് ഇപ്പോൾ പോലീസിന്റെ വാഹന പരിശോധനയിൽ മദ്യപിച്ചെ കണ്ട് പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ തിരുവല്ലയിൽ തന്നെ മറ്റൊരു ഡ്രൈവറും പിടിയിലായിട്ടുണ്ട്. എന്തായാലും സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന സമയത്ത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഇത്തരത്തിൽ പിടിയിലാകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ നമുക്ക് ആശങ്കയുള്ള കാര്യമാണ്. അപകടങ്ങൾ സംഭവിച്ചാൽ ഒരുപക്ഷെ എന്തും സംഭവിക്കാവുന്നൊരു കാര്യമാണ് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ. അത് അത്തരത്തിൽ നിരന്തരമായി ഡ്രൈവർമാർ, ഇത്തരത്തിൽ പല സ്കൂളുകളുടെ ഡ്രൈവർമാർ സമീപകാലത്ത് പിടിയിലാകുന്നത് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പോലീസ് വാഹന പരിശോധന തുടർച്ചയായി നടത്തുന്നത്. എന്തായാലും ഇന്ന് രാവിലെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി വാഹനവും ബസ്സുമായി വരുന്ന സമയത്താണ് പോലീസ് കൈ കാണിച്ച് ബസ് നിർത്തി പരിശോധിച്ചപ്പോൾ മദ്യപിച്ചതായി കണ്ടെത്തി. ഉടൻ തന്നെ സ്കൂളിലെ ഡ്രൈവർ ബിവിനെയാണ് പോലീസ് പിടികൂട്ടിയിട്ടുള്ളത്. എന്തായാലും ഇയാളുടെ ലൈസൻസും മറ്റു കാര്യങ്ങളും സസ്പെൻഡ് ചെയ്ത കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുമെന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ശ്രീജ, ശരി. ശശിനാരായണനാണ് വിവരം നൽകിയത് പത്തനംതിട്ടയിൽ. പാലക്കാട് വാണിയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച അപകടം. പാതിപ്പാറ പെട്രോൾ പമ്പിന് മുൻവശത്താണ് അപകടം. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. മരത്തിലിടിച്ച ശേഷം വാഹനം റിവേഴ്സായി റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ചാണ് നിന്നത്. ആ സമയത്ത് റോഡിൽ കാര്യമായ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ഒറ്റപ്പാലത്തു നിന്ന് കുളപ്പുള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് മോഷണത്തിനിടെ വീട്ടുടമയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് മുങ്ങിയ ആളെ ഷൊർണൂർ പോലീസ് പിടികൂടി. കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. മാവേലിക്കരയിൽ നിന്നാണ് പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടിയത്.
നേരത്തെ കോടതി ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇനി നിലമ്പൂരിലേക്കൊന്ന് പോയി വരാം. നിലമ്പൂരിലെ മിന്നും വിജയത്തോടെ പാർട്ടിക്കും മുന്നണിക്കും ഉള്ളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് VD സതീശൻ ക്യാമ്പ്. അതേസമയം അൻവറിനെ നിസ്സാരമായി എഴുതി തള്ളിയതിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല എന്നതാണ് മറുവിഭാഗത്തിന്റെ നിലപാട്. നിലമ്പൂർ വിജയത്തോടെ UDFൽ ലീഗ് നേതൃത്വത്തിന്റെ പ്രസക്തിയുമേറുകയാണ്. വെള്ളിയാഴ്ച ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചൂടേറിയ വാദങ്ങൾക്കാകും കളമൊരുങ്ങുക. നിലമ്പൂരിൽ അടിപതറിയാൽ മുന്നണി ബന്ധം തന്നെ ശിഥിലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം. UDFിനുള്ളിലെ ലീഗിന്റെ അപ്രമാദിത്വത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരാനിടയുള്ള വിമർശനങ്ങൾ വേറെ. നിലമ്പൂരിൽ ജയം ഉറപ്പാക്കേണ്ടത് ലീഗിന് മുമ്പിൽ അനിവാര്യതയായി മാറിയത് ഈ സാഹചര്യത്തിലാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിന്റെ താൽപര്യം തടയപ്പെട്ടെങ്കിലും ഷൗക്കത്ത് വിരുദ്ധരെ അനുനയിപ്പിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ തന്ത്രപരമായ ഇടപെടലാണ് നിലമ്പൂരിൽ UDFിന് അനുകൂലമായി മാറിയതെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ അഭിപ്രായപ്പെടുന്നു. അൻവർ 5000 മുതൽ 7000 വരെ വോട്ടുകൾ മാത്രമേ പിടിക്കൂവെന്നായിരുന്നു കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അൻവർ പിടിച്ച വോട്ടുകൾ 19,700-ലേറെ ആയതോടെ അദ്ദേഹത്തെ ഒപ്പം നിർത്തേണ്ടിയിരുന്നതിന്റെ അനിവാര്യത വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ അടുത്ത ദിവസം ചേരാനിരിക്കുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അൻവർ വിഷയത്തിൽ നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നത ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന. PV അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 25,000 കടക്കുമായിരുന്നെന്ന രമേശ് ചെന്നിത്തലയുടെയും K മുരളീധരന്റെയും K സുധാകരന്റെയും പ്രതികരണങ്ങളോട് മറുചേരി കടുത്ത അമർഷത്തിലാണ്. അൻവറിന്റെ വിലപേശലിന് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലും. അതിനിടെ നിർണായക ഘട്ടത്തിൽ സതീശനെടുത്ത നിർണായക തീരുമാനമാണ് നിലമ്പൂരിൽ ത്രസിപ്പിക്കുന്ന ജയം സമ്മാനിച്ചതെന്നാണ് VD പക്ഷത്തിന്റെ വാദം. അൻവറിനെതിരെ പരസ്യ നിലപാടെടുത്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി രഹസ്യ കൂടിക്കാഴ്ചക്കെത്തിയതിന് പിന്നിൽ ഒരു മുതിർന്ന നേതാവിന്റെ ഇടപെടലുണ്ടായെന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. യുവ നേതാക്കളുടെ റീൽസ് പ്രചാരണ രീതികളും രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കുമെന്നാണ് സൂചന. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾക്ക് നിലമ്പൂർ വിജയം UDF ക്യാമ്പിൽ ആവേശം പകരുമെന്ന ഉറപ്പാണെങ്കിലും വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന ചോദ്യത്തിന് ലീഗും കോൺഗ്രസും ഒരേ ഉത്തരം നൽകാനുള്ള സാധ്യത നന്നേ കുറവ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, News 18. അതേസമയം PV അൻവർ വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റും നിലമ്പൂരിലെ പ്രചാരണങ്ങളുടെ ചുക്കാൻ പിടിച്ച AP അനിൽകുമാർ News 18നോട് പറയുന്നത്. നിലമ്പൂരിൽ നേടിയ ജയം ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം തന്നെയാണ്. ഈ ഘട്ടത്തിൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും അൻവറിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് അനിൽകുമാർ പ്രതികരിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആശ്വാസമാകുന്ന വിജയം, ആത്മവിശ്വാസം നൽകുന്ന വിജയം, എങ്ങനെയാണ് അതിന്റെ കാരണങ്ങൾ വിലയിരുത്തുന്നത്? നിങ്ങൾ രണ്ടും പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. തീർത്തും ഞങ്ങൾക്ക് എല്ലാ രീതിയിലും മുന്നോട്ടുള്ള പോക്കിന് ആത്മവിശ്വാസം നൽകുന്ന വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങളായിട്ട് പ്രഥമയോട് വിലയിരുത്തുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, UDFിനകത്ത് പ്രവർത്തകരും നേതാക്കളും ഒരു ടീമായിട്ട് ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം. രണ്ടാമത്, LDF ഗവൺമെൻറ്റിനെതിരായ പൊതുവികാരം, ഒരു ജനവികാരം, അത് ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു. പ്രചരണ രംഗത്ത് എന്തെല്ലാം രീതിയിൽ വിവാദങ്ങൾ വന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വികാരമുണ്ട്. അത് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു. അത് വിജയത്തിൻ്റെ ഒരു കാരണമാണ്. ഈ ഭരണവിരുദ്ധ വികാരം അൻവറിലേക്കും UDFിലേക്കും ഭിന്നിച്ചു പോകുന്നതായിരുന്നു LDFിൻ്റെ പ്രതീക്ഷ. അൻവർ 20,000-ൽ താഴെ വോട്ട് നേടി. പക്ഷേ ഷൗക്കത്തിന് ഭൂരിപക്ഷം 10,000-ന് മുകളിലേക്ക് കയറുന്നു. ഇതിന് അത്രയും ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. വളരെ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, അതിന് തർക്കമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. അതുകൊണ്ടാണ് എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ജയിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടന്നത്. അൻവർ നേടിയ 19,970 വോട്ടുകൾ എങ്ങനെ കാണുന്നു? അത്രയും വോട്ട് നേടുന്നു പ്രതീക്ഷിച്ചിരുന്നു? എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനെടുത്തൊരു സ്റ്റാൻഡ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ദിവസം മാധ്യമങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ ദിവസം ഇവിടെ വിജയിച്ച സ്ഥാനാർത്ഥി
ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതല്ലാത്ത ഒരു ചർച്ച ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളെടുത്തൊരു നിലപാട് അതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും UDF നേടിയ വിജയത്തെക്കുറിച്ചാണ് മാധ്യമങ്ങൾ, അത് ചില മാധ്യമങ്ങളൊക്കെ തന്നെ ആ രീതിയിലല്ല മറ്റു പല രീതിയിൽ ചർച്ചയ്ക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം UDFന്റെ വിജയമാണ്, UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമാണ്. ആ രീതിയിൽ തന്നെ അതിനെ രാഷ്ട്രീയത്തിൽ അൻവർ നേടിയ വോട്ടുകൾ ഒഴിവാക്കാൻ കഴിയില്ല. തുടർ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതല്ലേ അൻവറിന്റെ ഈ വലിയ ഒരു നേട്ടം, ഈ വോട്ടിലെ നേട്ടം? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘോഷത്തിലാണ്, അതിന്റെ സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് UDF അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം, ആ വിജയത്തിൽ നിന്നുള്ള ഊർജം, അത് ഞങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങളിപ്പോൾ പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം അത് വളരെ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിധി വിട്ടല്ല. ഞങ്ങൾ വിജയത്തെ വളരെ നല്ല രീതിയിൽ വിവേകത്തോടു കൂടി വിനയത്തോടു കൂടിയാണ് ഏറ്റുവാങ്ങുന്നത്. ഒരിക്കലും വേറൊരു തലത്തിലേക്ക് പോകാതെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. പ്രസ്ഥാനത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല? ഇല്ല ഇല്ല ഇല്ല, ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ്. അൻവറിന്റെ അൻവർ നേടിയ വോട്ടോ അല്ലെങ്കിൽ അൻവറിന്റെ പ്രവർത്തനങ്ങളോ അതിനെക്കുറിച്ച് വിലയിരുത്തേണ്ട സമയമല്ല എന്ന് കൃത്യമായ രാഷ്ട്രീയ നിലപാടിലാണ് AP അനിൽകുമാറുള്ളത്. ഒപ്പം ഈ വിജയം അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ ഊർജ്ജം നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. എന്തായാലും അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്ന് അനിൽകുമാർ പറഞ്ഞാലും ആ ചർച്ചകൾ വളരെ സജീവമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുമെന്ന് ഉറപ്പാണ്. ഒപ്പം ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ ട്രംപ് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യമായി എപ്പോൾ നിലവിൽ വരും എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ വിഷയങ്ങൾ വരും മണിക്കൂറിൽ നമ്മൾ വളരെ വിശദമായി തന്നെ കൈകാര്യം ചെയ്യും. ന്യൂസ് ട്രെൻഡ്സ് കാണാം. രാവിലെയിൽ വീണ്ടും നമുക്ക് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കണ്ടുമുട്ടാം.